വിഭാഗീയതയെ തുടർന്ന് CPM ഭവന പദ്ധതി അവതാളത്തിലായി. ഈ സംഭവത്തിൽ വാർത്തയായതിനു പിന്നാലെ പകപോക്കലുമായി CPM നേതൃത്വം. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ 3 സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് അവതാളത്തിലായത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ച് നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞിരുന്നു. എന്നാൽ വീട് നിർമ്മാണം ആരംഭിക്കും മുന്നേ സഹോദരങ്ങളുടെ മാതൃ സഹോദരനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് പാർട്ടി ചെയ്തത്. സുധീഷാണ് ജനം ടിവിയിലെ. ഞാൻ വിളിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തായിരുന്നു. നമ്മളെ തോട്ടപ്പള്ളിയിൽ ഒരു വീട് നിർമ്മിക്കാനേ പണ്ട് നാസർ സാഹബ് ആ തറക്കല്ലിടിയിലൊക്കെ നടത്തി. അത് പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം അവരിപ്പോഴും പല വീടുകളിൽ കഴിയുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുള്ളൊരു അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടനെ തുടങ്ങും ഇല്ലേ? ഓക്കെ സാർ. ഓക്കെ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുമെന്നുള്ള തങ്ങളുടെ വാഗ്ദാനവും നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഭവനം അല്ലെങ്കിൽ വീട് ലഭിക്കേണ്ട കുടുംബാംഗങ്ങളുടെ ബന്ധുവിനെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാദേശിക ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 6 വർഷം മുമ്പാണ് മാതാപിതാക്കൾ മരിച്ച 3 സഹോദരങ്ങളുള്ള നിർധന കുടുംബത്തിൽപ്പെട്ട അവർക്ക് വീട് വെച്ച് നൽകാൻ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിന്റെ തറക്കല്ലിടിയിൽ വലിയ ആഘോഷമായി CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന R. നാസറിന്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തു. R. നാസറാണ് ആ പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ നിർമ്മാണത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തറക്കല്ലിടിയിൽ അടക്കം നിർവഹിച്ചത്. എന്നാൽ 6 വർഷത്തിനിപ്പുറവും CPM-ലെ വിഭാഗീയത കാരണം ഈ വീട് നിർമ്മാണം മുന്നോട്ട് പോയില്ല. അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാറി. പിന്നീട് വന്നവർ ഇതിന് താല്പര്യമെടുക്കാതിരിക്കുകയും ഇതിനെ പിന്നോട്ടടിക്കുകയും ചെയ്തു. അങ്ങനെ ആ നിർമ്മാണം നിലച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നു. പല ബന്ധു വീടുകളിലായാണ് ഈ 3 സഹോദരങ്ങൾ അന്തി ഉറങ്ങുന്നതും മറ്റും. ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ അവിടുത്തെ നാട്ടുകാരടക്കം പറഞ്ഞത്, ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാം, ഇത് എങ്ങനെയെങ്കിലും ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകണം, വളരെ പരിതാപകരമായ ഒരു സാഹചര്യമാണ് എന്നതാണ്. ഈ വാർത്ത വന്നതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. താങ്കൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ വീടിന്റെ നിർമ്മാണം നടത്തിക്കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ജില്ലാ സെക്രട്ടറി പറഞ്ഞെങ്കിലും ഈ 3 സഹോദരങ്ങളുടെ മാതൃ സഹോദരൻ, അദ്ദേഹം ഇവര് മൊത്തത്തിൽ തന്നെ പാർട്ടി കുടുംബമാണ്. ഇതിൽ മാതൃ സഹോദരൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ ബ്രാഞ്ച് സെക്രട്ടറിയെ കഴിഞ്ഞ ഇപ്പോഴത്തെ CPM സമ്മേളനം നടക്കുന്ന കാലയളവാണ് CPM ബ്രാഞ്ച് സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിയെ ഈ സെക്രട്ടറി പോലും അറിയാതെ മാറ്റുന്ന ഒരു പകപോക്കൽ നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അത്തരത്തിൽ സെക്രട്ടറി അറിയാതെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും അത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുമുള്ള പ്രതിനിധികൾ അടക്കം വന്നുകൊണ്ട് ആകെ 15 പേരുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ 3 പേര് മാത്രമാണ് പങ്കെടുത്തത്. ആ രീതിയിൽ പങ്കെടുത്തുകൊണ്ട് പുതിയ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും അടുത്ത പാർട്ടി പരിപാടി ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന കുഞ്ഞുമോനെ പുതിയ ബ്രാഞ്ച് സെക്രട്ടറി അറിയിക്കുകയും ചെയ്യുന്ന രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ പാർട്ടിയുടെ ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ട ആ ഭരണഘടനാ ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടുള്ള പകപോക്കൽ നടപടിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വീടിന്റെ നിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് അത് പറഞ്ഞത്. എന്നാൽ ആ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പാണ് ഈ പകപോക്കൽ നടപടി നടപ്പാക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇത് CPM-ന്റെ ആലപ്പുഴ ജില്ലയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന, ഇല്ലെങ്കിൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് പരിധിയിൽ അതിരൂക്ഷമായ വിഭാഗീയത നിലനിൽക്കുന്നു. അതിന്റെ പ്രതിഫലനം തന്നെയായി വേണം ഇതിനെ നമുക്ക് കണക്കാക്കാനും. വിനോദ്, തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ് ഭവന പദ്ധതിയിൽ CPM-ന്റെ വിഭാഗീയത പ്രകടമാകുന്നത്. നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അവരുടെ ബന്ധുവിനെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് മാറ്റുന്ന നടപടിയുമാണ് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.